സങ്കീർത്തനം 91:1 ദൈവത്തെക്കുറിച്ച് ദൈവ പൈതലിനെക്കുറിച്ചും ഇങ്ങനെ പറയുകയാണ്. ദൈവത്തെക്കുറിച്ച് അത്യുന്നതനെന്നും സർവശക്തനെന്നും പറയുന്നു. എന്നാൽ ഒരു ദൈവ പൈതലിനെക്കുറിച്ച് ആ ദൈവത്തിൻ്റെ അത്യുന്നതൻ്റെയും സർവശക്തൻ്റെയും നിഴലിൽ പാർക്കുന്നവൻ എന്നാണ് പറയുന്നത്. ഈ ഭൂമിയിൽ വസിക്കുന്ന മനുഷ്യരെല്ലാവരും ദൈവത്തിൻ്റെ നിഴലിൽ പാർക്കുന്നവരല്ല. പലരും ബുദ്ധിയിലും ശക്തിയിലും പണത്തിലും കഴിവിലും സാമർത്ഥ്യത്തിലും സ്വയത്തിലും മാത്രം ആശ്രയിക്കുന്നവരാണ്. എന്നാൽ മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. നമുക്കും കഴിവുകളും സാമർഥ്യങ്ങളും ബുദ്ധിയും എല്ലാം ഉള്ളപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ നാം കർത്താവിൽ ആശ്രയിക്കണമെന്നുള്ളതാണ് കർത്താവ് നമ്മെക്കുറിച്ച് പ്രതീക്ഷിക്കുന്നത്. അത്യുന്നതനായ ദൈവം, സർവശക്തനായ ദൈവം, ആ കർത്താവിൻ്റെ കൃപ തേടുവാൻ, കർത്താവിൻ്റെ സഹായം തേടുവാനുള്ള നല്ല ഹൃദയം നമുക്കുണ്ടായിരിക്കട്ടെ. നാം ഒരു ഭക്തനാണെങ്കിൽ നമ്മുടെ സ്വയത്തിലും നമ്മുടെ കഴിവിലും അല്ല നാം ആശ്രയിക്കുന്നത്. അതുള്ളപ്പോൾ തന്നെ കർത്താവെ എന്നെ സഹായിക്കണമേ, എൻ്റെ യാത്രയോട് കൂടിയിരിക്കണമേ, എൻ്റെ പ്രവൃത്തി അനുഗ്രഹിക്കണമേ, എൻ്റെ വിദ്യാഭ്യാസത്തെ അനുഗ്രഹിക്കണമേ, എൻ്റെ തൊഴിലിനെ അനുഗ്രഹിക്കണമേ, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് കർത്താവിൽ ചാരി കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു മനോഭാവം ഒരു ഭക്തനുണ്ടാകും. നാം ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ഭക്തനായി മാറാമോ? ദൈവസ്നേഹം നിറഞ്ഞിരിക്കുന്ന ഭക്തനാണെന്ന് നമ്മെ തന്നെ ഉറപ്പുവരുത്താമോ? ലോകത്തിൽ ആശ്രയിക്കുന്നവരായിട്ടല്ല, ലോകത്തിൽ ചാരുന്നവരായിട്ടല്ല, ദൈവത്തെ മറന്നു ജീവിക്കുന്നവരായിട്ടല്ല, കർത്താവിനെക്കുറിച്ച് ഓർമ്മയുള്ളവരും കർത്താവിൽ ആശ്രയിക്കുന്നവരും ശരണപ്പെടുന്നവരുമായി നമുക്ക് നമ്മുടെ ജീവിതയാത്രയിൽ വെളിപ്പെടാം. കർത്താവ് നമ്മെ മാനിക്കട്ടെ, കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.